ISRO ലഭ്യമാക്കിയ സാറ്റലൈറ്റ് ഇമേജ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഈ അപകടമുണ്ടായ സ്ഥലം, അവിടുത്തെ സാറ്റലൈറ്റ് ഇമേജ് ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ അപകടം ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിലുണ്ടായ അപകടത്തിന്റെ സാറ്റലൈറ്റ് ഇമേജ് ആണ്. അപകടമുണ്ടാകുന്നതിന് മുൻപ് ആ പാറ എങ്ങനെയായിരുന്നു, ഈ ട്രക്ക് എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്, അതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ISROയുടെ ദൃശ്യങ്ങളാണ്. ISRO ദൃശ്യങ്ങൾ ഈ ലാൻഡ് സ്ലൈഡ് ഏരിയ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് ലോറിയുടെ മുകളിലേക്ക് ഈ ലാൻഡ് സ്ലൈഡിലെ മണ്ണ് പതിച്ചത് എങ്ങനെയാണ് എന്നത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗംഗാവാലി നദി, അതോടൊപ്പം തന്നെ ദേശീയപാത. ഇത് മണ്ണിടിച്ചിൽ ഉണ്ടായതിന് ശേഷമുള്ളതാണോ അതോ മണ്ണിടിച്ചിലിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. അവിടെ ഗംഗാവാലി നദിയുടെ കരയുണ്ട്. ഗംഗാവാലി നദിക്കരയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന സമയത്തെ ദൃശ്യങ്ങളാണോ എന്നതുകൂടി അറിയണം. ഇതിപ്പോൾ ISRO ലഭ്യമാക്കിയ ദൃശ്യങ്ങളാണ്. ISROയുടെ ഹൈ റെസൊല്യൂഷൻ ഡാറ്റയാണ്. ഇത് മണ്ണിടിഞ്ഞു വീഴുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ്. പ്രേക്ഷകരെ, നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ദൃശ്യത്തിനായാണ്. കാരണം ഇത് തെരച്ചിലിന് നിർണായകമായ ഒന്നാണ്. ഈ ലോറി എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് എന്നത് വ്യക്തമാക്കുന്നതിന് ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇത്. ISROയുടെ സാറ്റലൈറ്റ് ഇമേജസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ ദൃശ്യങ്ങളുടെ കൂടുതൽ നമുക്കതിലേക്ക് സൂം ചെയ്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖല, മണ്ണിടിച്ചിലിൽ മണ്ണ് താഴേക്ക് പതിക്കുമ്പോൾ ഈ പൻവേൽ കൊച്ചി ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ ആ ലോറി അവിടെ നിന്ന് നിരങ്ങി നീങ്ങിയിട്ടുണ്ടോ, അതാണ് നമുക്ക് അറിയേണ്ടത്. ആ മണ്ണിടിച്ചിലുണ്ടായ സൈറ്റ് നമുക്കിപ്പോൾ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ലാൻഡ് സ്ലൈഡ് ഏരിയയാണ്. എത്ര ഉയരത്തിൽ നിന്നാണ്? 289 മീറ്ററാണ് ആ മലയുടെ പരമാവധി ഉയരം. അതിൻ്റെ ഏകദേശം 190 മീറ്ററോളം മലയുടെ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ അത്രയും മണ്ണ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതാ മലയിടിച്ചിൽ ഉണ്ടായപ്പോഴുള്ള ദൃശ്യങ്ങളാണോ എന്നതാണ്. റിപ്പോർട്ടറാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നദിയിൽ നിന്നുള്ള തെരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടു. ഇതിപ്പോൾ ISRO ലഭ്യമാക്കിയ ദൃശ്യമാണ്. ലാൻഡ് സ്ലൈഡിൻ്റെ ദൃശ്യങ്ങൾ. ലാൻഡ് സ്ലൈഡ് ഉണ്ടായ മലയുടെ ദൃശ്യം ഇതാണ്. ആ ലാൻഡ് സ്ലൈഡിന് തൊട്ട് മുൻപുള്ള ദൃശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് ലാൻഡ് സ്ലൈഡ് വിഷ്വൽസ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുകളിൽ ഒരു ടവറിന്റെ ഭാഗമാണോ കിടക്കുന്നതെന്ന് സംശയിക്കുന്നു. നമുക്കതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് കടയൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ലാൻഡ് സ്ലൈഡ് മൊമെന്റ്, ആ എക്സാക്ട് മൊമെന്റിലെ ദൃശ്യങ്ങളാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലം, അതുപോലെ തന്നെ മണ്ണ് അവിടെ നിന്ന് നിരങ്ങി നീങ്ങിയത് എങ്ങനെയാണ്, ആ മണ്ണിനൊപ്പം ഈ ലോറി എവിടേക്കാണ് നീങ്ങിയിട്ടുണ്ടാവുക, അതാണ് കൃത്യമായി അറിയേണ്ടത്. അതിനുവേണ്ടിയുള്ള ഹൈ പ്രിസിഷൻ ഇമേജസ് ആണ് ISROയോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ISRO നേവിക്ക് കൈമാറിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ വേളയിൽ മുകളിലൂടെ പോവുകയായിരുന്ന KV ലൈൻ ഘടിപ്പിച്ചിരുന്ന ടവർ അടക്കം അവിടേക്ക് വീണിരുന്നു. ഈ മലയുടെ മുകൾ ഭാഗത്തു നിന്ന് ഏകദേശം മലയുടെ 2/3 ഭാഗവും ഇടിഞ്ഞ് 500 മീറ്റർ ദൈർഘ്യത്തിൽ താഴേക്ക് പതിക്കുകയായിരുന്നു. ഒരു വലിയ ലാൻഡ് സ്ലൈഡാണ് അവിടെ സംഭവിച്ചത്. ദേശീയപാത കവർ ചെയ്തുകൊണ്ട് ദേശീയപാതയുടെ 2 റീച്ചുകളും കവർ ചെയ്തുകൊണ്ടാണ് മണ്ണ് നദിയിലേക്ക് വീണത്. ആ മണ്ണ് ഏകദേശം ഒരു W ഫോർമേഷനിലാണ് വന്ന് വീണിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദേശീയപാതയുടെ ഭാഗത്തുകൂടി ഒഴുകി നീങ്ങിയ വലിയ ആക്കത്തിൽ താഴേക്ക് ഒലിച്ചിറങ്ങിയ ഒരു മലൻ ചെരിവാണത്. ആ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി അത് വ്യക്തമാണ്. ഒരു ചെരിഞ്ഞ മലഭാഗമാണ് ഇടിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് താഴേക്ക് നിരങ്ങി നീങ്ങിയിട്ടുണ്ട് ആ മണ്ണ് എന്നുള്ളതും വ്യക്തമാണ്. വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജസ് ആണ് ISRO ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ലാൻഡ് സ്ലൈഡിംഗ് മൊമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഈ അന്വേഷണത്തെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ മണ്ണ് നേരെ നിരങ്ങി നദിയിലേക്ക് പോയിരിക്കുന്നത് ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗത്തുകൂടിയാണ്. 500 മീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷ്മണന്റെ കട, തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന വീട് എന്നിവ. ഇത് ലാൻഡ് സ്ലൈഡിംഗ് ടൈം തന്നെയുള്ളതാണ്. ആ കൃത്യമായ സമയമാണ്. കാരണം നദിയുടെ നടുക്ക് നമുക്ക് ആ മൺകൂന കാണാം, ടവർ വീണ് കിടക്കുന്നത് കാണാം. ഇത് ലാൻഡ് സ്ലൈഡിംഗ് മൊമെന്റ് ആണ്. 8:45 എന്ന് പറയുന്ന ലാൻഡ് സ്ലൈഡിംഗ് മൊമെന്റ്, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത നിമിഷങ്ങളിൽ എടുത്ത ഇമേജ് ആകാനാണ് സാധ്യത.
അവിടെ കടയിരുന്ന ഭാഗമൊക്കെ താഴേക്ക് ഇടിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൽ വ്യക്തമായി കാണാം. നടുവിൽ ആ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ആ മണ്ണിടിഞ്ഞു പോയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നേരെ എതിർവശത്തുള്ള ലക്ഷ്മണന്റെ കടയും അവിടെ നിന്നിരുന്ന 2 മരങ്ങളും തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന ഒരു വീടും അടക്കമുള്ള ഭാഗങ്ങളാണ്. നദിയിൽ അപ്പോൾ തന്നെ ആ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണ് നേരെ താഴേക്ക് വന്ന് കുത്തനെ പതിക്കുന്നു. അതിനുശേഷം അതേ ആക്കത്തിൽ നദിയുടെ മധ്യഭാഗം വരെ എത്തുന്നു. അപ്പോൾ നദി ഗതിമാറി ഒഴുകുകയാണ്. നദി ഗതിമാറി മറുകരയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന 10ഓളം വീടുകൾക്ക് ആഘാതമുണ്ടാക്കി. 3-4 വീടുകൾ അപ്പോൾ തന്നെ തൽക്ഷണം ഒലിച്ചു പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അപകടത്തിൽപ്പെട്ടു. പലരും ഓടി മാറുകയായിരുന്നു. നദി മറുകരയിൽ നദി കര കയറാനുള്ള കാരണം ഈ ലാൻഡ് സ്ലൈഡാണ്. ഈ ലാൻഡ് സ്ലൈഡിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ്. ആ മണ്ണിടിച്ചിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ആ ടൈം കൃത്യമായ സമയത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ISRO ലഭ്യമാക്കിയിരിക്കുന്നത്. ലാൻഡ് സ്ലൈഡ് മൊമെന്റ് ആണ് ISRO ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവാലി നദിയിൽ ദാറ്റ് സെയിം മൊമെന്റ് അപ്പോൾ തന്നെ ആ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒന്നുകിൽ ആ ലോറി ലക്ഷ്മണന്റെ ചായക്കട ഇടിച്ചിട്ടുകൊണ്ട് താഴേക്ക് പതിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റ് ഒരിടത്തും ലോറിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കൂനകൾ 3 കൂനകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്നാം മലയുടെ ചെരുവിൽ തന്നെയാണ്. മലയുടെ ചെരുവിലേക്ക് 3 തവണയാണ് മണ്ണിടിഞ്ഞു വീണത്. 3ാമത്തെ ഇടിച്ചിലാണ് ടവർ താഴേക്ക് പതിച്ചത്. ചെറിയ ഇടവേളകളാണ്, ചെറിയ സെക്കൻഡുകളുടെ മാത്രം ഇടവേളകളിലാണ് മണ്ണിടിഞ്ഞ് പതിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദൃശ്യം വളരെ നിർണായകമായി മാറുകയാണ്. അവിടെ മണ്ണ് മലയോട് ചേർന്ന് കൂമ്പാരമായി മാറിയിട്ടുണ്ട്. നദിയിൽ ഗംഗാവാലി നദിയുടെ നടുവിൽ ഒരു മൺകൂനയുടെ 2 ഭാഗങ്ങൾ ചെറുതായി ഉയർന്നും നടുവിലത്തെ ഭാഗം വലുതായി ഉയർന്നും നിൽക്കുന്ന രീതിയിലുള്ള മൺകൂനകളാണ് നമുക്ക് ഗംഗാവാലി നദിയിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നദിയിലേക്ക് പതിച്ച ഭാഗത്ത് നേവി ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ISRO നേവിക്ക് കൈമാറിയ സാറ്റലൈറ്റ് ഇമേജുകൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേവി ഇപ്പോൾ അന്വേഷണം തുടരുന്നതും ഈ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ചായക്കട ഇരുന്ന ഭാഗത്തേക്കാണ് നേവിയുടെ സംഘം എത്തിയിരിക്കുന്നത്, NDRF സംഘം എത്തിയിരിക്കുന്നത്. 2 സാധ്യതകളാണ്. കാരണം മലഞ്ചെരുവിലെ പരിശോധന ഏറെക്കുറെ പൂർത്തിയാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ 2 സാധ്യതകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഒന്ന്, ലക്ഷ്മണന്റെ ചായക്കട ഇടിച്ചിട്ട ഭാഗത്തേക്ക് ഈ ലോറി വന്ന് വീണിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പുഴയോട് ചേർന്ന് ഉള്ള മൺതിട്ട അത് രൂപം നോക്കൂ, അത് വലിപ്പം വെച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളെക്കാൾ കുറച്ചുകൂടി വീർത്താണ് നിൽക്കുന്നത്. ഒരു പക്ഷേ അവിടെ ആ ലോറി അടിഞ്ഞിട്ടുണ്ടാകാം. അല്ല എങ്കിൽ അതിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ആ മൺതിട്ട വരെ ലോറി ഒഴുകിയെത്തിയിട്ടുണ്ടാകാം. ഇപ്പോൾ ആ മൺകൂന രൂപപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നദിയുടെ ഭാഗം, നദിയുടെ തിട്ട എന്ന് പറയുന്നത് നേരെയായിരുന്നു. ഒരിടത്ത് മാത്രമാണ് ഒരു ഭാഗം അവിടെ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ലക്ഷ്മണന്റെ കട ഇടിച്ചിട്ട് താഴേക്ക് ഈ മണ്ണിനൊപ്പം ഈ ട്രക്കും കൂടി എത്താനുള്ള ഒരു സാധ്യതയ്ക്ക് ഇപ്പോൾ കൂടുതൽ ആ സാധ്യത നമ്മൾ കൂടുതൽ പരിശോധിക്കണമെന്ന് കൃത്യമായി പറയുന്ന ദൃശ്യമാണ് ഇപ്പോൾ ISROയുടെ സാറ്റലൈറ്റ് ഇമേജിലുള്ളത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ഉണ്ട്. ദീപക് മലയമ്മ, ഈ സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ച് നദിയുടെ തിട്ടയ്ക്ക് ഘനം കൂടിയിരിക്കുന്നത് ഈ മണ്ണിടിച്ചിലിന് ശേഷമാണ്. ആ മണ്ണ് വന്ന് ഇരുന്നിരിക്കുന്ന ഭാഗത്ത് നദിയുടെ തിട്ടയുടെ വീതി കൂടിയിട്ടുണ്ട്. നദിയിലേക്ക് ഇറങ്ങി ഒരു 10 മീറ്ററോളം നിൽക്കുന്ന രീതിയിലാണ് ഒരു മൺതിട്ടയുടെ ഭാഗം മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി നദിയിലും 3 മൺകൂനകൾ അതേസമയം ലാൻഡ് സ്ലൈഡ് ഉണ്ടായ അതേസമയം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള സാറ്റലൈറ്റ് ഇമേജ് ആണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ദീപക്? ദീപക് മലയമ്മയിലേക്ക് നമുക്ക് എത്താം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ISRO കൈമാറിയ സാറ്റലൈറ്റ് ഇമേജ് ആണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപക് മലയമ്മ, നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? കൊണ്ട് തന്നെയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. നേവി സംഘം കൃത്യമായി മൺതിട്ടകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സജീവമായ പരിശോധനകൾ നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് കളക്ടറും അതോടൊപ്പം തന്നെ SP-യും സ്പോട്ട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SP-യും കളക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം MLA അടക്കമുള്ള ആളുകളുമുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് കളക്ടറും അതോടൊപ്പം തന്നെ SP-യും സ്പോട്ട് റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ദൃശ്യം ഈ ലാൻഡ് സ്ലൈഡിംഗ് സ്പോട്ട് ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗത്തിന് തൊട്ടിപ്പുറത്ത് അവർ നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. കളക്ടറും SP-യും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധനകൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ISROയുടെ സാറ്റലൈറ്റ് ഇമേജ് ഇപ്പോൾ നാവികസേനയ്ക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. ആ സാറ്റലൈറ്റ് ഇമേജ് കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പരിശോധനകൾ അവിടെ നടക്കുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്തെ 16-ാം തീയതി രാവിലെ 8:45 മണ്ണിടിച്ചിൽ ഉണ്ടായത് 16-ാം തീയതി രാവിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 8:45 AK അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. AK അഭിലാഷ്, ISRO കൈമാറിയ സാറ്റലൈറ്റ് ഇമേജ് ആണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം SP-യും കളക്ടറും സ്ഥലത്തെത്തിയ ദൃശ്യങ്ങളും ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ വിവരം എന്താണ്?
അല്പ സമയങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കനത്ത മഴ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ നല്ല ശക്തമായ കാറ്റുമുണ്ട്. ഇതോടുകൂടി ഈ രക്ഷാപ്രവർത്തനങ്ങൾ അല്പം മന്ദീഭവിക്കുന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ പുഴയിലെ നേരത്തെ പരിശോധന നടത്തിയ നാവിക സംഘവും അതോടൊപ്പം തന്നെ NDRF സംഘവും ഇപ്പോൾ അവർ കരയ്ക്ക് കയറിയിട്ടുണ്ട്. കാരണം ശക്തമായ മഴയുള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുള്ളത് കൊണ്ടും തെരച്ചിൽ അസാധ്യമായ ഒരു സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ തൽക്കാലം തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ കഴിഞ്ഞ 1-2 മണിക്കൂർ നേരമായി അവർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്ന ആ കേന്ദ്രത്തിലും അതോടെ തന്നെ ഈ മൺതിട്ടയ്ക്കിടയിലുള്ള ആ പ്രദേശത്താണ് പ്രധാനമായും ഈ പരിശോധന നടത്തിയത്. 2 പേർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തി. അതിനുശേഷം കയറിൽ കെട്ടി മറ്റേതൊരു ഡിവൈസ് ഉപയോഗിച്ച് വെള്ളത്തിലൂടെ വലിച്ചു കൊണ്ടുപോയുള്ള മറ്റൊരു പരിശോധനയും നടത്തുന്നുണ്ടായിരുന്നു. പ്രധാനമായും ISROയുടെ ചിത്രങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വാഹനം അവിടെ ഉണ്ടാവാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയായിരിക്കാം അത്തരത്തിലൊരു പരിശോധന ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് അഞ്ചോളം NDRF സംഘവും അതോടൊപ്പം തന്നെ നാവികസേന അംഗങ്ങളും ചേർന്നുകൊണ്ടായിരുന്നു ആ പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ ശക്തമായ മഴ വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായുള്ള സിഗ്നൽ അവിടുന്ന് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതായത് അവിടെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് ഒരു 40 മിനിറ്റോളം ഒരു സ്ഥലത്ത് തന്നെ അവർ പരിശോധന നടത്തുന്നത് കാണാമായിരുന്നു. ഏതായാലും ഇപ്പോൾ കനത്ത മഴയാണ്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ അവർ തൽക്കാലം വിശ്രമത്തിന് പോയിട്ടുണ്ട്.